പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നമ്മുടെ വാർഷിക ധ്യാനത്തിൻ്റെ അവസാനത്തെ ദിവസമാണ്. ആംഗണ്ടിയൂരിൽ രാവിലെ തുടങ്ങി ഉച്ച വരെയാണ്. രണ്ടാമത്തെ ഒരു പ്രാർത്ഥന. അപ്പോൾ ഒന്ന് ഈ 4 ദിവസം കാലാവസ്ഥയ്ക്ക് വളരെ മനോഹരമായിരുന്നു കേട്ടോ. ഇന്ന് പിന്നെ പള്ളിയകത്താണ് ധ്യാനം. ഞങ്ങളുടെ ശക്തമായ പ്രാർത്ഥനയ്ക്ക് പ്രത്യേകം വിശ്വനാഥത്തിൽ നന്ദി പറയാണ്. അവസാനിപ്പിച്ചിട്ടില്ല. ഇന്ന് വൈകിട്ട് തുടങ്ങി പൂത്തറയ്ക്കൽ അമ്മയുടെ അടുത്തുള്ളൊരു പള്ളിയാണ്. അവിടെ ഇന്ന് മുതൽ 4 ദിവസത്തെ അച്ഛൻ്റെ വാർഷിക ധ്യാനം ഇടവക ദേവാലയത്തിൽ നടത്തുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ പ്രത്യേകമായിട്ട് സ്മരിക്കണം കേട്ടോ. പിന്നെ ചെറിയ ക്ഷീണമൊക്കെ ഉണ്ട്. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് പത്രോസ്ലീഹയുടെ 1-ാം ലേഖനം 5-ാം അധ്യായം 6-ാമത്തെ തിരുവചനം. അവിടെ വചനം വെളിപ്പെടുന്നത് ഇങ്ങനെയാണ്: ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുക, അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ചില കാര്യങ്ങളൊന്നും നിങ്ങൾ ഇത്ര പ്രാർത്ഥിച്ചിട്ട് ഇത് നടക്കുന്നില്ലല്ലോ, അങ്ങനെ ആവലാതിപ്പെടരുത്. എന്നിട്ടാണ് തുടർന്ന് പറയാണ്, നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ വരമേൽപ്പിക്കുവാൻ അവിടെ നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. അപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ താഴ്മയോടെ നിൽക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ദൈവത്തിനെ നമ്മെ ഉയർത്താനായിട്ട് കർത്താവിൻ്റെതായ ഒരു സമയമുണ്ട്. ആ സമയത്തിന് വേണ്ടി കാത്തിരിക്കണം. നമ്മൾ ലഹള പിടിക്കരുത്. ഫാസ്റ്റ് ഫുഡ് കൾച്ചർ ഇപ്പം എനിക്ക് വേണം, ഇപ്പം വേണം, ആ ഒരു സിസ്റ്റം നടക്കില്ല. നമ്മൾ ശരിക്കും താഴ്മയോടെ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ തന്നെ എളിമപ്പെടുത്തി നിൽക്കുകയാണെങ്കിൽ, പ്രിയ സഹോദരങ്ങളെ, അതാണ് ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുന്നുണ്ട്. അവിടുന്ന് തക്ക സമയത്ത് നമ്മൾ ടെൻഷൻ പിടിക്കേണ്ട കാര്യമില്ല, ആകുലപ്പെടേണ്ട കാര്യമില്ല. സമയത്തിൽ എൻ്റെ ദൈവം എന്നെ വളർത്തും, എൻ്റെ ദൈവം എന്നെ ഉയർത്തും, എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ബോധ്യം തരും. അപ്പം ആദ്യം നമ്മളത് കണ്ണടച്ച് കാണുന്നു ഞാൻ വിശ്വാസത്താൽ. അപ്പോൾ ആദ്യം വിശ്വാസത്തിൽ നമ്മെ അനുഗ്രഹിക്കുന്നത് കാണാനായിട്ടുള്ള അകക്കണ്ണിൻ്റെ തെളിച്ചം നമ്മളിൽ വളരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.